നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. FCRA ഭേദഗതി ബിൽ രാജ്യസുരക്ഷയ്ക്കാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനുള്ള പ്രചാരണം തെറ്റ്. രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പുറത്തുനിന്നെത്തിക്കുന്ന ഫണ്ട് നിയന്ത്രിക്കുന്നതിനാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും കേന്ദ്രമന്ത്രി. പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി. കരുനാഗപ്പള്ളിയിൽ പ്രചാരണം അവസാന ഘട്ടത്തിൽ. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും സ്വീകരണ പര്യടനങ്ങൾ പൂർത്തിയാകാറായി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. അഞ്ചൽ ആനക്കുളം സ്വദേശികളായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല യുവതി പ്രവേശനം. സുപ്രീം കോടതി ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും. ഇതിനായി 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. FCRA ഭേദഗതി ബിൽ രാജ്യസുരക്ഷയ്ക്കാണെന്നും ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെന്നുള്ള പ്രചാരണം തെറ്റെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇളമ്പള്ളൂരിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ നേരിട്ട് കാണാം. രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പുറത്തുനിന്നെത്തിക്കുന്ന ഫണ്ട് നിയന്ത്രിക്കുന്നതിനാണ് ബില്ല് കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. FCRA ഭേദഗതി ബിൽ രാജ്യസുരക്ഷയ്ക്കാണെന്നും ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനുള്ള പ്രചാരണം തെറ്റെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇളമ്പള്ളൂരിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ നേരിട്ട് കാണാം. രാജ്യത്തെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പുറത്തുനിന്നെത്തിക്കുന്ന ഫണ്ട് നിയന്ത്രിക്കുന്നതിനാണ് ബിൽ കൊണ്ടുവരുന്നത്. എന്ത് വിഷമമുണ്ടെങ്കിലും പരിഹരിച്ചു നൽകും. ഇന്ത്യ മതനിരപേക്ഷ രാജ്യമാണ്. തങ്ങളുടേത് മതനിരപേക്ഷ പാർട്ടിയാണ്. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും ക്ഷേമം എന്നതാണ് പ്രധാനമന്ത്രിയുടെ മന്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു. CPM നയിക്കുന്ന LDFും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDFും കേരളത്തിൽ പരസ്പരം പോരടിക്കുന്നതായി അഭിനയിക്കുന്നു. അതിർത്തിക്കപ്പുറം അവർ ഒന്നാണ്. പാർലമെന്റിൽ ഇരുവരും ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് ജോലിയെടുക്കുന്നു, ഒന്നിച്ചുണ്ടുറങ്ങുന്നു. ഇരുവരും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. LDFിനെയും UDFിനെയും മാറി മാറി തെരഞ്ഞെടുക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റുന്ന തെരഞ്ഞെടുപ്പാവും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. Very dynamic candidate, our most qualified candidate, Bharatiya Janata Party NDA candidate Dr. Robin Radhakrishnan. Please make him win by huge margin. And then I will assure him, through him, all support, all the necessary assistance you need. I will personally come on behalf of Narendra Modi and help the people of Kerala and the constituency. So with this few words and with this appeal, I hope to come back very soon. Today I came late. I'm very sorry for that. And I am leaving now. I have a next meeting in Thiruvananthapuram. But I promise after election, I will come back and fulfill our promise. Thank you. സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, MS ശ്യാംകുമാർ, ഇടവട്ടം വിനോദ, കേണൽ ഡെന്നി, ഉമാമഹേശ്വർ, നെടുമ്പന ശിവൻ, പച്ചയിൽ സന്ദീപ, ബാഹുലേയൻ വിനോദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. LDF വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ. അടൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അടൂരിൽ നടത്തിയ വനിതാ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആനി രാജ. കേരളത്തെ സംരക്ഷിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ജനം ചിന്തിക്കുന്നത്. കേരളത്തിലെ 62 ലക്ഷം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി അവരുടെ കൈകളിൽ LDF സർക്കാർ എത്തിക്കുന്നെന്നും ആനി രാജ പറഞ്ഞു. സംസ്ഥാനത്ത് LDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ പറഞ്ഞു. അടൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അടൂരിൽ സംഘടിപ്പിച്ച വനിതാ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആനി രാജ. വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനായി പ്രതിമാസം 1000 രൂപ നൽകുന്നു. കേരളത്തെ സംരക്ഷിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ജനം ചിന്തിക്കുന്നത്. കേരളത്തിലെ 62 ലക്ഷം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി അവരുടെ കൈകളിൽ എല്ലാ മാസവും എത്തുന്നുവെന്നും ആനി രാജ പറഞ്ഞു. ജനാധിപത്യ
പ്രകടന പത്രികയിൽ എന്താണോ പറഞ്ഞിരുന്നത്, ആദ്യത്തെ 5 കൊല്ലമായാലും ശരി, ഇക്കഴിഞ്ഞ 5 കൊല്ലമായാലും ശരി, അക്ഷരം പ്രതി ഓരോന്നോരോന്നായി പാലിച്ചു കൊണ്ടുവരികയാണ്. പറഞ്ഞില്ലേ, പെൻഷൻ വർദ്ധിപ്പിക്കുന്നു പറഞ്ഞില്ലേ, സാമൂഹിക സുരക്ഷാ പെൻഷൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഇപ്പൊ വന്ന ആളുകൾ എന്താ പറയുന്നത്? ഞങ്ങള് 1000 രൂപ പെൺകുട്ടികൾക്ക് കൊടുക്കും, വീട്ടമ്മമാർക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ കോൺഗ്രസ്, പ്രതിപക്ഷം, UDF അവര് ഭരിച്ചിരുന്നപ്പോൾ അന്ന് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്രയാ? 600 രൂപ ആണോ? ആയിരുന്നോ? ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ തിരുത്തണം എന്നെ. അന്ന് 600 രൂപ അല്ലേ? ആ 600 രൂപ 18 മാസമാണ് കൊടുക്കാതിരുന്നത്. 600 രൂപ 18 മാസം കൊടുക്കാൻ കെൽപ്പില്ലാത്ത നിങ്ങൾ വലിയ 3000 കൊടുക്കുമെന്ന് വാഗ്ദാനം നൽകി വരുന്നത് എന്ത് കണ്ടിട്ടാണ് എന്ന് അത് എന്തിനു വിശ്വസിക്കണം? ഈ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്നുള്ളത് നിങ്ങൾ പറയണ്ടേ? 600 രൂപ കൊടുക്കാൻ 18 മാസം കെൽപ്പില്ലാത്ത നിങ്ങൾ 3000 എങ്ങനെ കൊടുക്കും? 1000 എങ്ങനെ കൊടുക്കും? അതിന്റെ എന്താണ് സ്രോതസ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം UDF-നുണ്ട്, ശ്രീ സതീശനുണ്ട്. നമ്മുടെ നാടിന്റെ മഹിത പാരമ്പര്യം തകർക്കാനാണ് BJP ശ്രമിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം വലിയ വികസനം നടത്തുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞതായും ആനി രാജ ചൂണ്ടിക്കാട്ടി. അടൂർ ഗാന്ധി സ്മൃതി മൈതാനിയിൽ നിന്നുമാണ് വനിതകളുടെ റാലി ആരംഭിച്ചത്. അടൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ റാലി സമാപിച്ചു. പൊതുസമ്മേളനത്തിൽ ലസിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കെ പത്മിനിയമ്മ, സ്ഥാനാർത്ഥി പ്രിജി കണ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ലിസി തുടങ്ങിയവർ പങ്കെടുത്തു. അതിനെ വീണ്ടും ചോപ്പണിയിച്ചുകൊണ്ട് എല്ലാ നല്ല മനസ്സുകളും ഒപ്പമുണ്ടാകണമെന്ന ഉന്മേഷമാകുന്ന അഭ്യർത്ഥനയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജനസഹായം കടന്നു വരികയാണ്. ഈ വാചകത്തിന് പിന്നാലെ കടന്നു വരുന്ന ന്യൂസ് ബ്യൂറോ, അടൂർ. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഉയർപ്പിന്റെ ശുശ്രൂഷ നടന്നു. കുണ്ടറ നെടുമ്പായിക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. സ്ലീബായും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ ഈസ്റ്റർ വിശ്വാസ സമൂഹം ആചരിക്കുന്നു. ഈസ്റ്ററിന്റെ ഭാഗമായി കുണ്ടറ നെടുമ്പായിക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ഉയിർപ്പിന്റെ ശുശ്രൂഷ നടന്നു. ഫാദർ മാത്യു തോമസ് പട്ടാജിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉയിർപ്പിന്റെ പ്രഖ്യാപനത്തിന് ശേഷം സ്ലീബായും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടത്തി. പ്രത്യേക ഉയിർപ്പിന്റെ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും നടന്നു.
50 ദിവസത്തെ നോമ്പ് മുറിക്കലിന് മുന്നോടിയായി സ്നേഹവിരുന്നിലും വിശ്വാസികൾ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പോക്സോ കേസിൽ പ്രതിക്ക് 75 വർഷം കഠിന തടവ്. കൊല്ലം പരവൂർ പൊഴിക്കരച്ചേരിയിൽ കൂനന്റഴികത്ത് വിനീതിനെയാണ് കൊല്ലം അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനായിരുന്നു കേസ്. പിഴയായി 4,10,000 രൂപയും അടയ്ക്കണം. പിഴയൊടുക്കിയില്ലെങ്കിൽ 25 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സരിത ആർ ഹാജരായി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. അഞ്ചൽ ആനക്കുളം സ്വദേശികളായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 ദിവസം കൊണ്ട് തുടർച്ചയായി ഇറങ്ങുന്നു. 2 ആഴ്ച കൊണ്ടാണ് ഇപ്പോൾ അലയമൺ ഭാഗങ്ങൾ കണ്ടുവരുന്നത്. 3 ദിവസമായി തുടർച്ചയായി അലയമണിലെ പ്രദേശങ്ങളിൽ, ജനവാസങ്ങളുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ RRT ഗ്രൂപ്പ് അതിനെ തിരിച്ച് ഫോറസ്റ്റിലേക്ക് കയറ്റിവിടാനുള്ള ഉത്തരവാദിത്വം അവർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ചേച്ചിക്കും ഒരു ചേട്ടനുമാണ് ബൈക്കിൽ പൊക്കൊണ്ടപ്പോൾ കാട്ടുപോത്തിൻ്റെ ആക്രമണം കാരണം പരിക്ക് പറ്റിയത്. കൊല്ലം അഞ്ചലിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റത്. അഞ്ചൽ ആനക്കുളം സ്വദേശികളായ ഷിനു മാത്യു, ഷിബിന എന്നിവർക്കാണ് പരിക്കേറ്റത്. ആലഞ്ചേരിയിൽ നിന്നും ആനക്കുളത്തെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്ന വഴി കടവറത്ത് വെച്ച് കാട്ടുപോത്ത് സ്കൂട്ടറിൽ വന്നിടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ ഷിനു മാത്യുവിനെയും ഷിബിനെയും നാട്ടുകാരാണ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലാക്കിയത്. ഗുരുതരമായി പരിക്കേറ്റ ഇവർ ചികിത്സയിലാണ്. ഇന്ന് രാത്രി മുതൽ നാളെ വൈകിട്ട് വരെയാണ് അവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഈ കാട്ടുപോത്തിനെ തിരിച്ച് കാട്ടിലേക്ക് ഓടിച്ച് കയറ്റിവിടേണ്ടതാണ്. ഇവർക്ക് സപ്പോർട്ടിനായി തെന്മല ഫോറസ്റ്റ് റേഞ്ചിനെയും കൂടി വിളിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തുകൊണ്ട് പഞ്ചായത്ത് ഇതിൻ്റെ ഭാഗത്ത് ശക്തമായി ഇടപെടും. ഇനി ഒരാൾക്കും ഇതുപോലെ അപകടമുണ്ടാകുവാനോ എന്തെങ്കിലും പരിക്കുകൾ പറ്റുവാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ട്രിക്ട്ലി ഓർഡർ കൊടുത്തുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരുനാഗപ്പള്ളിയിൽ പ്രചാരണം അവസാന ഘട്ടത്തിൽ. പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ 3 മുന്നണികളുടെയും പ്രചാരണം ഉച്ചസ്ഥായിയിലാണ്. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും സ്വീകരണ പര്യടനങ്ങൾ പൂർത്തിയാകാറായി. പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കരുനാഗപ്പള്ളിയിൽ പ്രചാരണം ഉച്ചസ്ഥായിയിലാണ്. LDF, UDF, NDA മുന്നണി സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പര്യടനവും പൂർത്തിയാകാറായി. ഓരോ സ്ഥലത്തും ലഭിക്കുന്ന വലിയ സ്വീകരണം സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഓരോ പ്രദേശത്തും വോട്ടഭ്യർത്ഥിച്ച് മുന്നണികളുടെ പ്രത്യേക സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നു. LDF സ്ഥാനാർത്ഥി MS താരയുടെ സ്വീകരണ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോട്, കരുനാഗപ്പള്ളി വെസ്റ്റ്, ആലപ്പാട് സൗത്ത്, ആലപ്പാട് നോർത്ത് തുടങ്ങിയ മേഖലകളിൽ സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. തീരദേശത്തും നഗരസഭാ പരിധിയിലും കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. സ്വീകരണത്തിന്റെ തിരക്കിലും കഴിയുന്നത്ര വോട്ടർമാരെ കാണാൻ ശ്രമിക്കുന്നു. സ്വീകരണ കേന്ദ്രങ്ങളിലെ വലിയ ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ കരുനാഗപ്പള്ളി നഗരപരിധിയിലെ സ്വീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതേസമയം റെയിൽവേ സ്റ്റേഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങൾ സന്ദർശിച്ച് CR മഹേഷ് വോട്ട് അഭ്യർത്ഥിച്ചു. തഴവ, തൊടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലും ആലപ്പാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും സ്വീകരണ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സ്വീകരണത്തിന്റെ ഇടവേളകളിൽ കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് UDF സ്ഥാനാർത്ഥി. ആവേശകരമായ സ്വീകരണമാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവിന്റെ സ്വീകരണ പര്യടനവും പുരോഗമിക്കുകയാണ്. ഓച്ചിറ, തൊടിയൂർ, ആലപ്പാട്, കരുനാഗപ്പള്ളി നഗരസഭ എന്നിവിടങ്ങളിൽ സ്വീകരണ പരിപാടികളും അവസാന ഘട്ടത്തിലാണ്. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന രീതിയും ഒപ്പം നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങളുമാണ് VS ജിതിൻ ദേവിന്റെ വോട്ടഭ്യർത്ഥനയിലുള്ളത്. കരുനാഗപ്പള്ളിയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറയുന്നു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവിന് ലഭിക്കുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിലെ ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥിക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശബരിമല യുവതീ പ്രവേശനം. സുപ്രീം കോടതി ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും. ഇതിനായി 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ ഒരു വനിതാ അംഗമാണ് ഉള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിൽ ജസ്റ്റിസ് BV നാഗരത്നയാണ് ഏക വനിതാ അംഗം. ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, അഹ്സനുദ്ദീൻ അമാനുള്ള, അരവിന്ദ് കുമാർ, AJ മസീഹ്, PB വരാലെ, R മഹാദേവൻ, ജോയ് മല്യ ബാഗ്ജി തുടങ്ങിയവരാണ് മറ്റംഗങ്ങൾ.
സുപ്രീം കോടതിയിലെ മലയാളി ജഡ്ജിമാർ ആരും ഭരണഘടനാ ബെഞ്ചിലില്ല. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം 7, 8, 9 തീയതികളിലും അനുകൂലിക്കുന്നവരുടെ വാദം ഏപ്രിൽ 14, 15, 16 തീയതികളിലും ഭരണഘടനാ ബെഞ്ച് കേൾക്കും. പ്രായഭേദമില്ലാതെ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന 2018 സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഉൾപ്പെടെ ഭരണഘടനാ പ്രാധാന്യമുള്ള വിഷയങ്ങളിലാണ് ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. FCRA ഭേദഗതി ബിൽ രാജ്യസുരക്ഷയ്ക്കാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനുള്ള പ്രചാരണം തെറ്റ്. രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പുറത്തുനിന്നെത്തിക്കുന്ന ഫണ്ട് നിയന്ത്രിക്കുന്നതിനാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും കേന്ദ്രമന്ത്രി. പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി. കരുനാഗപ്പള്ളിയിൽ പ്രചാരണം അവസാന ഘട്ടത്തിൽ. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും സ്വീകരണ പര്യടനങ്ങൾ പൂർത്തിയാകാറായി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. അഞ്ചൽ ആനക്കുളം സ്വദേശികളായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല യുവതീ പ്രവേശനം. സുപ്രീം കോടതി ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും. ഇതിനായി 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.